ഇത് എളമക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ്. അവിടെ നമ്മുടെ പ്രതിനിധി അശ്വിൻ പാലാഴിയുണ്ട്. അശ്വിൻ, വിവരങ്ങൾ പറയൂ. കൊച്ചിൻ കോർപ്പറേഷൻ മേയർ എൻ അനിൽകുമാർ, അതുപോലെ മന്ത്രി പി രാജീവ്, മന്ത്രി വി ശിവൻകുട്ടി എന്നിവരൊക്കെ തന്നെ മുഖ്യമന്ത്രി സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അശ്വിൻ പാലാഴി, വിവരങ്ങൾ പറയൂ. SKN മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൃത്യം 9:15 തന്നെ എത്തി. 9:15 ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. കൃത്യസമയത്ത് തന്നെ മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടിയൊപ്പം പി രാജീവ്, കൊച്ചി മേയർ എം അനിൽകുമാർ തുടങ്ങിയ നേതാക്കളും അദ്ദേഹത്തിനൊപ്പമുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പ്രവേശനോത്സവത്തിന്റെ തുടക്കം കുറിക്കും. അദ്ദേഹം ഈ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്കടുത്താണുള്ളത്. അവരെ അഭിവാദ്യം ചെയ്ത ശേഷമാണ് മുന്നോട്ട് നടന്നു നീങ്ങുന്നത്. ഈ മുഖ്യമന്ത്രിക്ക് സമ്മാനങ്ങൾ നൽകാനായി കുട്ടികൾ കയ്യിൽ ചില കളിപ്പാട്ടങ്ങളൊക്കെ കരുതിയിരുന്നു. ചില രൂപങ്ങളൊക്കെ, പേപ്പറിൽ നിർമ്മിച്ച രൂപങ്ങളൊക്കെ കയ്യിൽ കരുതിയിരുന്നു. മുഖ്യമന്ത്രി എന്തായാലും ഇപ്പോൾ വേദിയിലേക്ക് കടന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഈ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. ആദ്യം മുഖ്യമന്ത്രി സംസാരിക്കുക എന്തായാലും ഈ കൊല്ലത്തെ സമഗ്ര മാറ്റങ്ങളെക്കുറിച്ച് തന്നെയാകും. നിരവധി മാറ്റങ്ങളാണ് ഇത്തവണ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരുക്കിയിരിക്കുന്നത്, സർക്കാർ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രവേശനോത്സവത്തിലേക്ക് വരുമ്പോൾ അതുൾപ്പെടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തവണ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഇക്കാലം അത്രയും ഉണ്ടായ മാറ്റങ്ങളും ഇനി എന്തൊക്കെ ഈ വിദ്യാഭ്യാസ രംഗത്തേക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളുമെല്ലാം മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ ഒരുക്കും. അദ്ദേഹം എന്തായാലും ഈ സ്വാഗതഗാനം, അതുപോലെ ഈ പ്രവേശനോത്സവത്തിന്റെ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരവും ഉണ്ട്. അത് കുട്ടികൾ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അതിനുശേഷമാകും മുഖ്യമന്ത്രി വേദിയിലേക്ക് കടക്കുക. ഇപ്പോൾ അദ്ദേഹം ഈ ഇവിടെ സദസ്സിൽ തന്നെ ഇരിക്കുകയാണ്. മറ്റ് മന്ത്രിമാർക്കൊപ്പം അവിടെ ഇരിക്കുകയാണ്. ഈ കുട്ടികളുടെ ഗാനാവിഷ്കാരം നൃത്താവിഷ്കാരം കണ്ടതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി വേദിയിലേക്ക് കടക്കുക. ആ കുട്ടികൾ ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ള നൃത്താവിഷ്കാരം ആരംഭിക്കും. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി എത്തുക. എന്തായാലും അതിനുശേഷം ഈ നൃത്താവിഷ്കാരത്തിന് ശേഷം വിശദമായ ഉദ്ഘാടന സമ്മേളനം ഉണ്ടാകും. എന്തായാലും നൃത്ത ആവിഷ്കാരത്തിലേക്ക് മുഖ്യമന്ത്രി തന്റെ കണ്ണുകൾ എത്തിച്ചിട്ടുണ്ട്. അത് ആസ്വദിക്കാനായി അദ്ദേഹം ഒരുങ്ങുകയാണ്. പിണറായി വിജയൻ എളമക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിക്കഴിഞ്ഞു. മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ മന്ത്രി പി രാജീവും അദ്ദേഹത്തിനെ വേദിയിലേക്ക് ആനയിച്ചിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഈ ഔപചാരികമായി ഈ ഫംഗ്ഷൻ ആരംഭിക്കും. പ്രവേശനോത്സവത്തിന് ഉദ്ഘാടനമാണ് നടക്കുക. ഇത്തവണ സിലബസിലുമൊക്കെ തന്നെ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി ജീവിതവുമായി ബന്ധമുള്ള ചില കാര്യങ്ങൾ ഇന്നത്തെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ വകുപ്പ് വരുത്തിയിട്ടുള്ളൊരു മാറ്റമാണ്. ഇപ്പോൾ വേദിയിൽ നൃത്ത പരിപാടി ആരംഭിച്ചു.
ബഹുമാനപ്പെട്ട മന്ത്രിമാരെയും മറ്റു വിശിഷ്ട വ്യക്തികളെയും നവാഗതരായ കുടുംബങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതിന് വേണ്ടി ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. കൊച്ചി എളമകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പ്രവേശനോത്സവത്തിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എളമക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഈ സ്കൂളിൽ നിന്ന്? ഇപ്പോൾ ഈ സ്കൂൾ പ്രവേശന ഗാനത്തിന്റെ നൃത്താവിഷ്കാരമാണ് അല്പസമയം മുമ്പ് കഴിഞ്ഞത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഈ കുട്ടികൾ 1ാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി സ്വീകരിച്ചത്. കുടയും വർണ്ണക്കുടകളുമാണ് കുട്ടികൾക്ക് മുഖ്യമന്ത്രി നേരിട്ടെത്തി നൽകിയത്. അതിനുശേഷം ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഉദ്ഘാടന സമ്മേളനം നടക്കും. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കൊല്ലത്തെ വലിയ പരിഷ്കരണങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ സമ്മാന വിതരണം പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയത്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇക്കൊല്ലം 2,40,000 മുകളിൽ വിദ്യാർത്ഥികളാണ് 1ാം ക്ലാസ്സിലേക്ക് പുതിയതായി ചേർന്നിട്ടുള്ളത്. അതടക്കം ഒപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയുള്ള അധ്യാപനം, പാഠപുസ്തകങ്ങളിലെ വലിയ പരിഷ്കരണം, ഒപ്പം ഈ SSLC മൂല്യനിർണ്ണയത്തിലൂടെ അടിമുടി വന്നിരിക്കുന്ന മാറ്റങ്ങൾ, 2005 ശേഷം വീണ്ടും ഈ ഓരോ വിഷയങ്ങൾക്കുമുള്ള മിനിമം മാർക്ക് ഇക്കൊല്ലം തിരിച്ചെത്തും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് ഇത്തവണ ഈ ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ സർക്കാർ തിരിച്ചു കൊണ്ടുവരുന്നതും പുതുതായി ചേർക്കുന്നതും. അതുകൊണ്ടൊക്കെ തന്നെ ഈ പാഠപുസ്തകങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും പാഠഭാഗങ്ങളിൽ കൂടുതൽ സ്ത്രീപക്ഷ ചിന്തകൾക്ക് അല്ലെങ്കിൽ പുരോഗമന ചിന്തകൾക്ക് മുൻതൂക്കം നൽകിയുള്ള പാലാഴിയാണ് എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിവരങ്ങൾ നൽകി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.